ഒരൊറ്റ സ്ക്രീനിൽ 20 മണ്ഡലങ്ങളുടെയും ഫലസൂചനകൾ അറിയത്തക്ക രീതിയിലാണ് റിപ്പോർട്ടറിന്റെ സൂപ്പർ മാജിക് സ്ക്രീൻ. നമുക്ക് 295 എന്ന കണക്കിലേക്ക് ഇന്ത്യ മുന്നണിക്ക് എത്താൻ പറ്റുമോ എന്ന് ആവർത്തിച്ച് സുജയ് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ 400 പാർ ആകുമോ എന്നുള്ളത് നമ്മൾ ചോദിക്കുന്നു. അതെ, അറിയണം. രണ്ട് ഏജൻസികളാണ് 400 പാർ എത്തും പരമാവധി എന്ന് പ്രവചിച്ചിരിക്കുന്നത്. അല്ലാതെ 400 പാർ എത്തുമോ എന്നുള്ളതിൽ മാത്രമേ ആശങ്കയുള്ളൂ. ജയിക്കും എന്നുള്ളത് മാഡം അംഗീകരിച്ചിട്ടാണ് മാഡം 400 272 മാഡം കടത്തി കഴിഞ്ഞു. 400 പറയുമ്പോൾ അപ്പുറത്ത് 400 പാർ കൂടി പറയുന്നേ. അവകാശവാദമാണല്ലോ. ഏത് അവകാശവാദം 400 പാർ എന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്താനുള്ള സാധ്യതയും അവിടെ കിടക്കുന്നുണ്ടാകും. 295 പക്ഷേ ഒരു രക്ഷയുമില്ല അവകാശവാദമാണ്. എങ്ങനെ കണക്ക് കൂട്ടിയിട്ടും മാഡത്തിന് പോലും എത്തിക്കാൻ അല്ല, മാഡത്തിന് എത്തിക്കാൻ പറ്റുമോ? 295 എത്തിക്കാൻ നമ്മൾ എത്തിച്ചെന്ന് പറഞ്ഞില്ലല്ലോ. അതാണ്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അത് തന്നെയാണ്. 400 സീറ്റുകൾ പിടിക്കുമോ എന്നുള്ളത് NDA ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കി തുടക്കത്തിൽ മാറ്റി. പക്ഷേ പിന്നീട് അവർക്ക് അതിൽ നിന്ന് ഒരു നിമിഷം പിന്നിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. 400 കിട്ടിയാൽ ഭരണഘടന മാറ്റി എഴുതും, ഭരണഘടന മാറ്റി എഴുതിയാൽ റിസർവേഷൻ മാറിപ്പോകുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആശയം, ഒരു പ്രധാനപ്പെട്ട ആശങ്ക ഇന്ത്യയിലുടനീളം ഇന്ത്യ മുന്നണിക്ക് ഉയർത്താൻ സാധിച്ചു. അതിൽ നിന്ന് പിന്നിലേക്ക് പോയ BJP ഏറ്റവും ഒടുവിൽ വീണ്ടും അമിത്ഷായിലൂടെ ആ 400 സീറ്റുകൾ എന്ന നിലയിലേക്ക് എത്തുന്നു. മാത്രവുമല്ല, കർത്തവ്യപഥിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള തീയതിയും കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു NDA എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം ഒരുതരം പോസിറ്റീവായ ഒരുതരം കേഡറുകളെ ഇളക്കാനുള്ള ഒരു തന്ത്രം എന്നതിനും അപ്പുറത്തേക്ക് സാധാരണ ക്രിക്കറ്റ് കളി തുടങ്ങുന്നതിന് മുൻപായിട്ട് ക്യാപ്റ്റന്മാർ തങ്ങളുടെ ശേഷിയെക്കുറിച്ച് പറയുന്നത് പോലെയുള്ള ഒരു പെർസെപ്ഷൻ ഗെയിം മാത്രമായിരുന്നു. എക്സിറ്റ് പോളുകളും ആ പെർസെപ്ഷൻ ഗെയിമിനോടൊപ്പം നിന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എക്സിറ്റ് പോളുകൾ എല്ലാ എക്സിറ്റ് പോളുകളും തെറ്റിപ്പോയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇന്നത്തെ എക്സാക്ട് പോൾ വരുമ്പോൾ എക്സിറ്റ് പോളുകൾ ഒരു പെർസെപ്ഷൻ ഗെയിം ആയിരുന്നോ, ഒരു മൈൻഡ് ഗെയിം ആയിരുന്നോ, അതിന് പിന്നിൽ ആസൂത്രിതമായ നീക്കമുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് മോദിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു സർക്കാർ അധികാരത്തിലെത്തുമോ, കേരളത്തിൽ താമര വിരിയുമോ, 20 മണ്ഡലങ്ങളിൽ LDF എത്ര, UDF എത്ര, ഈ കണക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ കണക്കുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ താമര വിരിഞ്ഞില്ലെങ്കിൽ അരളിപ്പൂവ് തേടി പോകരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. അരളിപ്പൂവ് അതിൽ വിഷാംശം ഉണ്ടെന്നാണ്. അരളിപ്പൂവ് താമര വിരിയേണ്ടടുത്ത് താമര വിരിയും. താമര വിരിയുമ്പോൾ ആ താമര കണ്ട് ഇങ്ങനെ ആരും പനി പിടിച്ച് മുങ്ങരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന ഞാൻ വെക്കുന്നു.